ബി.ജെ.പിക്ക് വീണ്ടും സുപ്രീം കോടതിയിൽ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറില്ലാത്ത ആദ്യ പാർലമെന്റ് അടക്കി മണിരുന്ന ബി.ജെ.പിക്ക് മുന്നിൽ സുപ്രീം കോടതി വടിയെടുത്തിരിക്കുകയാണ്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. മണിപ്പൂർ നിയമസഭയിലും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. മണിപ്പൂരിൽ ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കറില്ലാതെ കാര്യങ്ങൾ തോന്നിയ പോലെ നടത്താമെന്നായിരുന്നു ബി.ജെ.പിയുടെ മനസ്സിലിരിപ്പ്. എന്നാൽ അത് നടക്കില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയുടെ കൂടി സൗകര്യമറിഞ്ഞ ശേഷം ഹർജി ലിസ്റ്റ് ചെയ്യണമെന്ന് ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതേ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും 5 സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചിരുന്നു. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇത്തവണ വേണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടതും സുപ്രീം കോടതിയുടെ ഇടപെടലും ബി.ജെ.പിയെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കാൻ സാധ്യത. അതായിരുന്നു ഇതുവരെയുണ്ടായിരുന്ന കീഴ്വഴക്കം. എന്നിട്ടും ബി.ജെ.പി പരിഗണിച്ചില്ല. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബി.ജെ.പി ശ്രമിച്ചത്. കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാതെ DMKയ്ക്ക് നൽകാനുള്ള നീക്കം ബി.ജെ.പിയും NDAയും നടത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാനും തമിഴ്നാട്ടിലെ സ്വാധീനം കൂട്ടാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ നീക്കം. എന്നാൽ കോൺഗ്രസിനെ ഒഴിവാക്കി സ്ഥാനം DMK ഏറ്റെടുക്കില്ല എന്നും ബി.ജെ.പിയുടെ തന്ത്രങ്ങളിൽ വീഴില്ല എന്നും ഇന്ത്യ സഖ്യം തീരുമാനിച്ചതോടെ ബി.ജെ.പി വെട്ടിലായി. സാധാരണഗതിയിൽ സ്പീക്കർ പദവി ഭരണപക്ഷവും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷവും വഹിക്കുന്നതാണ് കീഴ്വഴക്കം. 90 മുതൽ 2014 വരെയുള്ള കാലയളവിൽ പ്രതിപക്ഷത്തിനായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയിരുന്നത്. സഭാധ്യക്ഷനാകുമ്പോൾ സ്പീക്കറുടെ അതേ അധികാരങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കറിനും ലഭിക്കും. അതുതന്നെയാണ് ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പി സർക്കാരിനെ ഭയപ്പെടുത്തുന്നത്. ലോക്സഭയിലെയും നിയമസഭയിലെയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ നടക്കുന്നതാണ് പതിവ്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാത്തത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടിയാകുമ്പോൾ എത്രയും വേഗം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അത് കോൺഗ്രസിന് തന്നെ നൽകേണ്ടി വരും. ഇത് ബി.ജെ.പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്.